അമേരിക്ക മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന് പ്രശസ്ത ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാൻഡിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അമേരിക്കയുടെ 3 സംസ്ഥാനങ്ങൾ ഇതിനകം മാന്ദ്യത്തിലോ അല്ലെങ്കിൽ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മാർക്ക് സാൻഡി പറയുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി പ്രവചിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് ഈ മാർക്ക് സാൻഡി. അമേരിക്ക മറ്റൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകുന്നാട്ടോ ചില പ്രവചനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പ്രവചനമല്ല, അതായത് ഒരു ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് സാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. പുള്ളിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. 2008 ക്രൈസിസ് വന്ന സമയത്തും ആദ്യം തന്നെ അത് പറഞ്ഞത്, അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച കണക്കിലെടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം അന്നും പുള്ളി പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം അദ്ദേഹം ഇതേപോലത്തെ ഒരു കാര്യം തന്നെ പറയാണ്, അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട്, അതായത് ഒരു സാമ്പത്തിക മാന്ദ്യം, ഫിനാൻഷ്യൽ ക്രൈസിസ് വരും എന്നാണ് പറഞ്ഞത്. ഇത് കാണുമ്പോൾ എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ പറയരുത് മോദിജി കൊടുത്ത പണിയാണ്, അല്ലെങ്കിൽ മോദി ഉള്ളത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നൊന്നും പറയാൻ നിൽക്കരുതിട്ടോ. കാരണം അമേരിക്കയ്ക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം ലോക രാജ്യങ്ങളെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെയും മറ്റ് അമേരിക്കയായിട്ടുള്ള വിനിമയം നടത്തുന്ന, അല്ലെങ്കിൽ അമേരിക്കയായിട്ട് വിനിമയം നടത്തേണ്ട, കാരണം അമേരിക്കൻ്റെ ഡോളർ വെച്ചിട്ടാണ് നമ്മുടെ ലോകത്തെ എല്ലാ വിനിമയങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പോലത്തെ മറ്റ് എല്ലാ രാജ്യങ്ങളെയും തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത് മോദി കൊടുത്ത പണിയൊന്നും പറയരുത്. കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ 2.5% അത് മാറിയിട്ടുള്ളത്. അത് 4+ മാറിക്കഴിയും, അല്ലെങ്കിൽ മാറിപ്പോവും എന്നൊക്കെ പറയപ്പെടും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സാധനങ്ങൾക്ക് വില കൂടും. സാധനങ്ങൾ വില കൂടുന്നല്ല, അവിടുത്തെ ജോലി സ്ഥിരത നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആളുകൾക്ക് സാധനം വാങ്ങാൻ കഴിയാണ്ട്, ആളുകളുടെ ഡിമാൻഡ്, അതായത് സാധനങ്ങൾ വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ആളുടെ കയ്യിലുള്ള കാശ് വിപണിയിലോട്ട് കൊടുക്കാൻ പറ്റാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് വരും. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്, അങ്ങനെ പല രാജ്യങ്ങളിൽ, ലോകത്തിനെ മൊത്തം തന്നെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് 2008 ഇങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ 2008 ഈ ഒരു കാര്യം വന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അന്ന് നമ്മുടെ നാട് ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ്, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക കുറേ പോളിസി ഇതുണ്ടായിരുന്നു, ക്രൈസിസ് മാനേജ്മെൻറ്റ് പോളിസി കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പല ടേംസും പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് 2008 ലോകം മൊത്തം സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് പോയി ഭയങ്കരമായിട്ട് ക്രൈസിസ് വന്നപ്പോൾ ഇന്ത്യനെ ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് അത് എഫക്ട് ചെയ്യാണ്ടിരുന്നത്. Many observers have described this as the worst crisis since the Great Depression of 1930s. India, like other developing countries, is experiencing the ripple effects of the financial crisis. However, we have taken a number of steps to minimize the impact. Our first concern was to ensure the stability of our banking system. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് അമേരിക്കക്ക് ഇപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കാം അമേരിക്ക ഇപ്പം താരിഫ് കൂട്ടുന്നതും, അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട IT ജോബുകളുടെ ഔട്ട്സോഴ്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റ് കൺട്രികളിലെ ആൾക്കാർക്ക് അമേരിക്കൻ കമ്പനികളുടെ ജോലി കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് അമേരിക്കക്കാർക്ക് തന്നെ ജോലി കൊടുത്ത് അമേരിക്കക്കാരുടെ കയ്യിലോട്ട് കാശ് എത്തിച്ച് ആ കാശ് വിപണിയിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഡോളേഴ്സ് മറ്റ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ IT ജോലിക്കാരുടെ കയ്യിലോട്ട് ശമ്പളമായിട്ട് എത്തി അമേരിക്കയുടെ കാശ്, അമേരിക്കയുടെ കയ്യിലുള്ള സമ്പത്ത് പുറത്തു പോകരുത് എന്നുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതിൻ്റെ കൂടെ ഓൾറെഡി നമ്മുടെ മോദിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക ഇങ്ങനത്തെ പല കാര്യങ്ങളും തീരുമാനങ്ങളും മുന്നോട്ട് വെക്കുന്നതും മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട് ഇത് കൂടുതൽ, അതായത് തീരുവ കൂടുതൽ കാശ് അമേരിക്കയിലേക്ക് എത്തിക്കാനാണ് അമേരിക്ക ഇപ്പോൾ നോക്കുന്നത്. സ്പെഷ്യലി അമേരിക്കയിലെ പല ഒരു മൂന്നിൽ ഒരു ഭാഗം സ്റ്റേറ്റുകളിലെല്ലാം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടുന്നുണ്ട്, അവിടെ ജോലി സ്ഥിരതയില്ല, ജോലി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാജ്യങ്ങളും ഡോളർ വെച്ച് വിനിമയം നടത്തുന്ന, പ്രത്യേകിച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടിണിയാവും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം സാധനങ്ങളുടെ വില ഒരുപാട് കൂടും, വിപണിയിലെ സാധനങ്ങളുടെ വില കൂടും, ജോലിക്ക് ഒരു സ്ഥിരത ഉണ്ടല്ലോ, ജോലി പോകും. കാരണം ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവരാനും പറ്റാത്തൊരവസ്ഥ ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ ഉണ്ടാവും. ജോലി പോവും, ജോലി ഉള്ളവർക്ക് തന്നെ സാലറി കുറയ്ക്കേണ്ട അവസ്ഥകൾ വരെ ഒക്കെ വരും. ഇതൊക്കെ തന്നെ 2008 നമ്മൾ കണ്ടിരുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ അന്ന് 2008 നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടെയാണ് നമ്മളിപ്പോഴും പോകുന്നത് കേട്ടോ. അന്ന് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ ഈ മോദിയുടെ പ്രധാനമന്ത്രി എന്ന് പറയാമെന്നല്ലാണ് 5 വയസ്സിൻ്റെ വിവരമില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും സംസാരിക്കാൻ, ഒരു രീതി നയതന്ത്രപരമായിട്ടൊരു കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും അറിയാത്ത ഒരാളാണ് മോദി എന്ന് എല്ലാവർക്കും അറിയാം. മറ്റു കുറേ ആളുകൾ പിന്നിൽ താങ്ങുന്നതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു
ഒരു ഫെയിം മാത്രം, ജസ്റ്റ് മോദി ഫെയിം കാണിച്ചിട്ട് മാത്രം നമ്മുടെ സംഖ്യകളെ സുഖിപ്പിച്ച് രാജ്യത്തെ ഭരണം പിടിക്കാന്നല്ലാണ്ട് ലോകരാജ്യങ്ങളോട്ട് വരുമ്പം ഇന്ത്യ അത്ര അവസ്ഥയിലല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ സാമ്പത്തിക പോളിസീസ് എന്നുള്ളത് അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന പല പോളിസീസും മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസീസാണ്. അയാളൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മൾ അന്ന് മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2008 എന്തുകൊണ്ടാണ് നമ്മൾ വേണ്ട രീതിയിൽ നമുക്കിത് ഇഫക്ട് ചെയ്യാത്തതിൽ 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് I am happy to inform the House that the Indian banking system is not directly exposed. Problem assets is also minimal. Our banks, both in the public sector and in the private sector, are financially sound, well capitalized and well regulated. Our banks are safe and they are also providing credit in line with anticipated credit targets. The global turmoil has led to a contraction in other forms of commercial credit. നമ്മുടെ മിഡിൽ ക്ലാസിന്റെ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിന്റെ ഇടയിലേക്കൊക്കെ കൂടുതൽ ബൈയിങ് ഡിമാൻഡ്സ്, അതായത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബൈയിങ് പവർ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരുന്നത് മെയിനായിട്ട്. അതിപ്പോൾ എങ്ങനെയെന്നുള്ളത്, അതായത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഒരു ഡൊമസ്റ്റിക് കൺസപ്ഷൻ, ഇന്ത്യൻ്റെ അകത്ത് നിന്നുള്ള നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കൺസപ്ഷൻസ്, ഡൊമസ്റ്റിക് കൺസപ്ഷൻസ് നമ്മൾ കൂട്ടി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ അത് കൂട്ടി. അത് കൂട്ടാൻ പല കാര്യങ്ങൾ, നമ്മൾ ടാക്സ് കുറച്ച് കൊടുക്കുന്നു, നമ്മൾ വായ്പകൾ കൊടുക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുന്നു ബാങ്കിൻ്റെ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള കാശ്, അല്ലെങ്കിൽ ആൾക്കാർ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കാശ് എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങി വിപണിയിലോട്ട് കാശ് ഇറക്കി തുടങ്ങിയത്. ഇങ്ങനെ വരുമ്പം നമുക്ക് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ പണത്തിൻ്റെ ഫ്ലോ കൂട്ടും. വിപണിയിലും ആൾക്കാരുടെ ഇടയിലും കമ്പനികളുടെ ഇടയിൽ ഈ പണത്തിൻ്റെ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പല പല സ്റ്റോക്കുകളുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഏത് നേരം കുത്തുന്ന ഉറപ്പ്, അല്ലെങ്കിൽ അതിൽ ഇൻബാലൻസ് വരുന്ന സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ RBI ഡയറക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് RBI ഡയറക്റ്റ് അത് ഹോൾഡ് ചെയ്യാനും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് അതിലോട്ടുള്ള ആളുകളുടെ എന്താ പറയുക, അത് വാങ്ങിക്കാനുള്ള ആളുകളുടെ, അല്ലെങ്കിൽ അതിലോട്ടുള്ള ആളുകളുടെ പണം ഇടാനുള്ള, ക്യാപിറ്റൽ ഇടാനുള്ള ഒരു പ്രവണത കുറയ്ക്കും. ഇതൊക്കെ നമ്മൾ RBI ചെയ്ത്, അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനത്തെ ചില സ്റ്റോക്കുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മളെ ബാങ്കുകൾ തന്നെ, നമ്മുടെ RBI ത്രൂ നമ്മുടെ പൈസ, ഇന്ത്യയുടെ കയ്യിലുള്ള നമ്മുടെ പൈസ വെച്ചിട്ട് തന്നെ അത് വാങ്ങി അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അന്ന് നമ്മൾ ചെയ്തിരുന്നത്. അതുപോലെ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ അന്ന് ചെയ്യാണ്ടിരുന്നു. നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഈ സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കുറയ്ക്കുക. അതുപോലെ നമ്മളെ എക്സ്പോർട്ടിങ്, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഒരുപാട് നമ്മൾ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ആ എക്സ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ അല്ലെങ്കിൽ ജി ഡി പിനെ ഉയർത്താണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDP എക്സ്പോർട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മുടെ നാട്ടിലെ മറ്റ് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് അന്ന് ട്രൈ ചെയ്തത്. അതാണ് നമ്മൾ സക്സസ് ആവാനുള്ള ഒരു മെയിൻ കാരണവും. അതുപോലെ തന്നെ അന്ന് ആളുകളുടെ, അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് മുമ്പ് കണ്ടിട്ട് അതിന് മുമ്പ് തന്നെ നമ്മുടെ ഗവൺമെൻറ് ത്രൂ നമ്മളെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ നോക്കി. നമ്മൾ പുറത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാണ്ട് നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സേവിങ്സ് ഒക്കെ ആൾക്കാരുടെ ഇടയിൽ കൂട്ടാൻ നോക്കി ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ. കാരണം കാശ് നമ്മൾ പുറത്ത് കൊണ്ടും അവിടെ ഇവിടെയൊക്കെ കാശ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് കൂപ്പുകുത്തി താഴ്ത്ത് വെക്കുന്നു, അതിലൊന്നും റിട്ടേൺ കിട്ടാണ്ട് നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെടുന്നുള്ള അറിയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും സേവിങ്സും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലോട്ട് ഏറ്റവും കൂട്ടുന്ന ഒരു പോളിസിയാണ് അന്നത്തെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ RBI നമ്മുടെ RBI ആണല്ലോ നമ്മുടെ ബാങ്കുകളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം എല്ലാ ബാങ്കുകളും RBI ത്രൂ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ആൾക്കാർ കൂടുതൽ പൈസ എടുത്തിട്ട് ആ പൈസ വിനിമയം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും തോറും ആൾക്കാർ കാശ് എടുക്കും, അല്ലെങ്കിൽ ലോൺ എടുക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കും. ഈ കാശ് വെച്ച് ആളുകൾ ചിലവാക്കുന്നു. അപ്പോൾ ഈ എടുത്ത കാശ് തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ വിപണിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച അന്നത്തെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അന്ന് ചെയ്ത മറ്റ് ചില കാര്യങ്ങൾ നമ്മുടെ ഇന്റേണൽ സാധനങ്ങളുടെ ഡിമാൻഡാണ് കൂട്ടാൻ നോക്കിയത്. ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ GDP നമുക്കറിയാം, നമ്മളിതിപ്പം അന്ന് നമുക്ക് 2.53 അടുത്ത് മാത്രം GDP ഉണ്ടായിരുന്ന സമയത്താണ് ആ GDP നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കാണ്ടിരുന്നത്. അതായത് നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ സർവീസസും നമ്മളെ പ്രൊഡക്ഷൻസും. നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻസ് എത്രത്തോളം ഉണ്ട്, നമ്മളിവിടെ കൊടുക്കുന്ന സർവീസസ് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ടോട്ടൽ വരുമ്പോഴാണ് നമ്മുടെ GDP വരുന്നത്. അപ്പം നമ്മൾ പുറത്തോട്ടുള്ള എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്ക് അതായത് കുറച്ച് പരിഗണന കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ കൂടുതൽ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫാമിംഗ്, അഗ്രികൾച്ചർ, ഇന്റേണൽ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ കൂട്ടിയിട്ട് അതിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കാനാണ് അന്ന് നമ്മുടെ അന്നത്തെ ഗവൺമെൻറ് കൂടുതൽ ഇത് കൊടുത്തത്. അതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ മാക്സിമം നമ്മളത് കുറച്ചു. അതായത്
ഈ ഒരു ക്രൈസിസ് 2008 മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ, നമ്മൾ അതിൻ്റെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ സ്കീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് മൻമോഹൻ സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് BJP ഒരുപാട് ആൾക്കാർ മൻമോഹൻ സിംഗിനെ ഭയങ്കരമായിട്ട് അന്ന് എന്താ പറയുക കുറേ വിവാദത്തിലൊക്കെ ആയിരുന്നു. അതായത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അന്ന് മൻമോഹൻ സിംഗ് 1-2 വായന്ന് പുള്ളി പറഞ്ഞ 1-2 കാര്യങ്ങൾ എടുത്തിട്ടിട്ട് എന്താ പറയുക, ഇത്തരം കടം കൊടുത്തിട്ടും അതല്ലെങ്കിൽ പൈസ കൂട്ടി കൊടുത്തിട്ടും ഈ മിഡിൽ ക്ലാസ്സിന് പൈസ കൂട്ടി മിഡിൽ ക്ലാസ് മുസ്ലിങ്ങൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് രാജ്യം മൊത്തം വാങ്ങിപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് തേർഡ് റേറ്റ് രാഷ്ട്രീയം പറഞ്ഞ വിവരം കെട്ട സംഖ്യകളാണ് അന്നുണ്ടായിരുന്നത്, നമ്മുടെ പ്രതിപക്ഷത്തുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കണക്ക് വെക്കാണ്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്നും ഒരു ചിന്തയും കൊടുക്കാണ്ട് രാജ്യത്തിൻ്റെ എന്താ പറയുക സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഭദ്രമാക്കാന്നാണ് പുള്ളി നോക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് പിടിച്ചു നിന്നതും ഇന്നും നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ധനമന്ത്രിക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ആ ധനമന്ത്രി നിർമ്മലാ സീതാറാം അന്ന് എന്തായിരുന്നു എവിടെ ആയിരുന്നു എന്നുള്ളത് ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു GST കുറച്ചു. അതായത് 28% GST അല്ലെങ്കിൽ 40% GST 12% GST ഒക്കെ നമ്മൾ കുറച്ചിട്ട് എന്തിനാണ് നമ്മൾ GST കുറച്ച് ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക. GST കുറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം കണ്ട് ആൾക്കാർ നമ്മുടെ വിപണിയിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ മണി സൈക്ലിംഗ് നടന്നേ പറ്റൂ, അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ തന്നെ ഓൾറെഡി ട്രംപുമായിട്ടുള്ള ഇഷ്യൂ കാരണം ഒരു 2 to 3 ടേമിലോട്ട് ഒരു എക്കണോമിസ്റ്റ് വ്യക്തമായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള ആളാണ് പറഞ്ഞത് നമുക്ക് ഒരു മാന്ദ്യം വരാൻ പോകുന്നുണ്ട്, ഇന്ത്യയുടെ അകത്ത് തന്നെ ക്രൈസിസ് വരുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ആൾക്കാരുടെ കയ്യിലുള്ള കാശ് ഇങ്ങോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്തു. പല ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ നമ്മുടെ RBI ത്രൂ കുറച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ലോൺ എടുക്കണം, ആളുകൾ ലോൺ എടുക്കണം, ഇൻട്രസ്റ്റ് കുറച്ച് ലോൺ എടുത്ത് ആ പൈസ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വിപണിയിൽ സാധനങ്ങൾ വാങ്ങിക്കണം, ഡൊമസ്റ്റിക് ഡിമാൻഡ് കൂട്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഇവിടെ മണി സൈക്കിൾ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുക. അത് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ രാജ്യം ഇപ്പം നമ്മുടെ നിർമ്മലാ സീതാറാം എന്നുള്ളത്. അപ്പം നമ്മൾ ഇതിനൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയ പല വിഡ്ഢിത്തങ്ങളും നമ്മുടെ എന്താ പറയുക വിശ്വഗുരു എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ പൊക്കി നടക്കുന്ന നമ്മുടെ വിശ്വഗുരു കാണിച്ച പല കുരുത്തക്കേടുകളും കാരണം നമ്മൾ പല ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകുക എന്നുള്ളതാണ് അറിയാം. അതിൻ്റെ കൂടെ അമേരിക്ക പോലത്തെ രാജ്യത്തിലും കൂടെ ആ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് 30 ട്രില്യൺ GDP ഉള്ള രാജ്യത്തിന് അത് എങ്ങനെ എഫക്ട് ചെയ്യും നിങ്ങൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അതേ രാജ്യത്തിൻ്റെ ഡോളർ വെച്ച് വിനിമയം നടത്തുന്ന 3.5-4 ട്രില്യൺ മാത്രം GDP ഉള്ള ഇന്ത്യക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്യും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ പണി കിട്ടിക്കഴിഞ്ഞാൽ 8ന്റെ പണി ഇവിടെയും കിട്ടും. അത് കിട്ടാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതല്ലാണ്ട് അന്നത്തെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടെ ഈക്വലി ഡിവൈഡഡ് ആയിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോഴത്തെ GDP അതല്ല. ഇപ്പോഴത്തെ GDPൻ്റെ വലിയൊരു ഭാഗം പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ 1-2% ആയിട്ടുള്ള പണക്കാർക്ക് മാത്രമാണ്. മിഡിൽ ക്ലാസിൻ്റെ അടുത്തോട്ട് പൈസ പോയിട്ടില്ല. ഈ പറഞ്ഞ പെർ ക്യാപിറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GDP പെർ ക്യാപിറ്റ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ലോവർ ക്ലാസിൻ്റെ കയ്യിലും പൈസ ഇല്ല, അപ്പർ ക്ലാസിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പിന്നെ നമ്മുടെ ടോപ്പ് എൻഡ് പണക്കാരുടെ കയ്യിൽ മാത്രമേ കാശുള്ളൂ. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ലോവർ മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ദരിദ്രരും പട്ടിണി കിടക്കേണ്ടി വരും. വളരെ വൃത്തികെട്ട അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ചുവടുവെപ്പൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. പക്ഷെ അങ്ങനെ കയറി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഘികളുടെ ഇടയിൽ ചീത്തപ്പേരാവും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് അത് പുറത്തു പറയേണ്ടേ നമ്മുടെ അല്ലെങ്കിൽ വളഞ്ഞ വല്ല പരിപാടികൾ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ NDA സർക്കാർ ഇത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ടാണ് സംഖ്യകൾ പറയുന്നത് വിവരക്കേട് കാണിക്കരുത്. മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും അതല്ലെങ്കിൽ ഗോദി മീഡിയയും എല്ലാം നമ്മുടെ രാജ്യം ഭരിക്കുന്നതും അല്ലെങ്കിൽ രാജ്യത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതും അവർ നിങ്ങളുടെ അടുത്തോട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പല നരേഷൻസും കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ കണ്ണിൽ ഒരു അന്ധഭക്തി കയറ്റിയിട്ട് നിങ്ങൾ വിശ്വഗുരുവിനെ ഇങ്ങനെ പൊക്കി നടന്ന് അവർക്ക് പവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യം ആലോചിക്കുക. കാരണം എന്തെങ്കിലും ഗുണമൊക്കെ നിങ്ങൾക്ക് ഈ 12-11 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായത് സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ഈ പറഞ്ഞ സംഖ്യകളൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വിശ്വഗുരു ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും 5 പൈസൻ്റെ ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. രാജ്യത്തെ പൈസക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ 11 കൊല്ലം അത് കൂടിയിട്ടുള്ളത് കുറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ സമ്പത്ത്, നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിവൈഡഡ് ആവാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സകല പദ്ധതികളും കഴിഞ്ഞ 11 വർഷമായിട്ട്. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പം അമേരിക്ക ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോയി കഴിഞ്ഞ കൂട്ടത്തിൽ നമുക്കും എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ളതാണ്. കൂട്ടത്തിൽ അല്ലാതെ തന്നെ നമ്മളെ അമേരിക്കൻ എക്സ്പോർട്ടും തീരുവ കാര്യങ്ങളൊക്കെ പ്രശ്നമായതുകൊണ്ട് ഓൾറെഡി നമ്മുടെ GDPക്ക് ഇത് എഫക്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് 1-2 ഫിനാൻഷ്യൽ ടൈമിലോട്ടുള്ളത് നമുക്കറിയാം. എല്ലാം കൂടെ വന്നിട്ട്
അതിൻ്റെ കൂടെ അമേരിക്ക ഇപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ IT കമ്പനികളൊക്കെ ഇവിടുന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ജോലി കൊടുക്കുന്നത് കുറച്ച് ജോബ് സ്റ്റെബിലിറ്റി ഇവിടെ കുറഞ്ഞ് സാലറി കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് പണി കിട്ടുന്ന അതേ കൂട്ടത്തിൽ നമുക്കും 8-ന്റെ അല്ല 16-ന്റെ പണി കിട്ടും.